എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സൂര്യനാരായണൻ വക്കീൽ സക്കീറിനോട് പറയണം, അതെ, നമ്മുടെ റിസോർട്ടിന്റെ കാര്യം, മൂന്നാളുടെ റിസോർട്ടിന്റെ കാര്യം ഇത്ര വ്യക്തമായിട്ട് തമ്പീനെ അറിയിച്ചതിന്റെ പിന്നില് ആരാണെങ്കിലും ആ രഹസ്യം കണ്ടെത്തണമെന്ന് പറയാം. അത് മാത്രമല്ല, ആധാരത്തിന്റെ കോപ്പി അയാളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പം അബി പറഞ്ഞു, അല്ല, ആ റിസോർട്ടിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഡേവിഡ് അല്ലേ? അപ്പൊ ഡേവിഡ് ആണോ? അങ്ങനെ വരാൻ വഴിയില്ല, ഡേവിഡ് ആവാൻ വഴിയില്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നേ ആ രാഘവനല്ലേ? ഒരു പക്ഷെങ്കിൽ അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. ഇനിയിപ്പൊ അയാളാണോന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ സൂര്യനാരായൺ പറഞ്ഞു, എന്താണെങ്കിലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അതിന് സത്യാവസ്ഥ കണ്ടെത്തിയിരിക്കണം എന്ന് പറയാം. അത് കേട്ടപ്പോ സക്കീർ പറഞ്ഞു, അതെ, അതോർത്തൊന്നും സൂര്യ സാറ് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാൻ കണ്ടുപിടിച്ച് തരാന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് സക്കീർ പോണേ. അങ്ങനെ സക്കീർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് അപർണ വരുവാണ്. അവിടെ ഒന്ന് നിന്നേന്ന് പറയണ. സക്കീർ പെട്ടെന്ന് നിന്നു. അതെ, വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സക്കീർ പറഞ്ഞു, അതെ, വന്നവരോടൊക്കെ അതൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ ആരാന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അപർണ പറഞ്ഞു, ഞാനാരെന്നും മനസ്സിലായില്ലേ? വിശ്വനാഥൻ തമ്പിയുടെ മോള് പടനിലത്ത് അപർണയാന്ന് പറയണോ? ഓ, അങ്ങനെ വരട്ടെ കാര്യങ്ങള്. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം. കാത്തു സൂക്ഷിച്ച കസ്തൂരിമാമ്പഴം കാക്ക ഒത്തിക്കൊണ്ട് പോയി അല്ലേ വക്കീലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും സക്കീർ ബായി ഒന്ന് നോക്കി അപർണേനെ. പിന്നീട് ഒരു ചിരി മാത്രം ചിരിച്ചു. അതിനുശേഷം അങ്ങോട്ട് കയറി പോവാണ്. അപർണയ്ക്കൊന്നും മനസ്സിലായില്ല. താൻ പറഞ്ഞതിനൊന്നും മറുപടി പറയാതെയാണല്ലോ വക്കീല് പോയ എന്നൊരു ചിന്ത അപർണയുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ശരണും ഹണി റോസും തമ്മിൽ കണ്ടുമുട്ടുവാണ്. അവർ തമ്മിൽ കുറെ സമയം സംസാരിച്ചതിന് ശേഷം ഹണി റോസ് നേരെ അജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അജയനെ വിളിച്ചപ്പോ അജയ് ചോദിച്ചു, ഇതെന്താ ഹണി ഈ സമയത്ത് വിളിക്കണേ? ഇതെന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കില്ലെന്ന്. ആ കല്യാണത്തിന് തന്നെ നിനക്ക് ഞാൻ വാൺ ചെയ്തല്ലേന്ന് ചോദിക്കുക. എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അജയ്, കാരണം നീ തരാന്ന് പറഞ്ഞ പണം ഇതുവരെയായിട്ടും തന്നിട്ടില്ലെന്ന് പറയാം. തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ തന്നോളാം, പക്ഷെ എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പറയാം. സാവകാശം? ഇനി എത്ര നാള് നിനക്ക് ആ സാവകാശം തരണം? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അതേ കാലമൊന്നും എനിക്ക് നിന്റെ മുന്നിൽ ഇങ്ങനെ കേണാപേഴ്സ് നിൽക്കാനൊന്നും പറ്റില്ല. ഇല്ലെങ്കിലുണ്ടല്ലോ, ഈ ഹണി റോസിന്റെ സ്വഭാവം നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ, ആരാന്നറിയാലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് തരാനുള്ള തുക ഇങ്ങോട്ട് തന്നേക്കണം എന്ന് പറയാം. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കില്ല ഹണി, നമുക്ക് എന്താന്ന് വെച്ചാൽ അതൊക്കെ ഡീൽ ചെയ്യാന്ന് പറയണം, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറയാം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ശരണു പറഞ്ഞു, അജയനെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ ഹണി എന്ന് പറയണം. അവനെ എനിക്കറിയാം, അവന് ഇരട്ട മുഖമാന്ന് പറയണം. അതല്ല, ഇരട്ട മുഖം അല്ല അവനുള്ളേ, അവന് കുറെ മുഖങ്ങളുണ്ടെന്ന് പറയാം. അവന് ഒരു വല വിരിച്ചിരിക്കുവാന്ന് പറയാം. ഇത് കേട്ടപ്പോ ഹണി പറഞ്ഞു, അവൻ എത്ര വല വിരിച്ചാലും അതൊന്നും നടപ്പാന് പോകുന്നില്ല. അവനെയും വെച്ചോണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങി, അത് കുറെ എങ്കിലും മുന്നോട്ട് പോയി, എന്ത് ചെയ്യാനാ? ഇപ്പോഴോർക്കുമ്പോ അത് മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ശരൺ പറഞ്ഞു, അവിടെയാ നിനക്ക് തെറ്റിയത്, ഒരു കാരണവശാലും അവനോടൊപ്പം ചേരില്ലായിരുന്നു പറയാം. എന്റെ കാര്യം എങ്ങനെയായി? അമൃതയും ഞാൻ തമ്മിൽ ഡിവോഴ്സ് കേസ് കോടതിയിലെത്തി, എങ്ങനെയെങ്കിലും അതൊന്ന് പിൻവലിക്കണം, എന്റെ നിരപരാധത്തെ അവളുടെ മുന്നിൽ നിന്ന് വെളിപ്പെടുത്തണമെന്ന് പറയാം. അതോർത്ത് ശരൺ വിഷമിക്കണ്ട, അജയുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ, അതിനുശേഷം ഞാൻ അളകാപുരിയിലേക്ക് ഒരു വരവ് വരുന്നുണ്ട് അജയനെ ഒതുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ വരവോട് കൂടിയിട്ട് ഞാൻ പല കാര്യങ്ങളും തീരുമാനിക്കും, പിന്നെ അറിയാം. അതുകൊണ്ട് ശരൺ ആ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട, ശരണിനൊന്നും സംഭവിക്കില്ല എന്ന് ശരണിന് വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് സക്കീർ ഹുസൈൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് തമ്പി സക്കീറിനെ വിളിക്കണം. അതെ, സക്കീർ ബായ് എന്ന് വിളിക്കണം. ഒരു നിമിഷം സക്കീർ തിരിഞ്ഞു നോക്കി, ആഹാ, ഇതാര്? പടനിലത്ത് തമ്പിയാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും തമ്പി പറഞ്ഞു, അപ്പൊ എന്നെ മനസ്സിലായല്ലേന്ന് ചോദിക്കുക. നിങ്ങള് അളകാപുരിയുടെ വക്കീലാണല്ലോ എന്ന് ചോദിക്കുക. അതെന്താ ഇപ്പോഴാണോ തമ്പി അദ്ദേഹത്തിന് മനസ്സിലായെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ പറഞ്ഞു, ഇങ്ങനെ എന്നും കൊന്നും ഇങ്ങനെ കടന്നാൽ മതിയെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ സക്കീർ പറഞ്ഞു, അതെ, എനിക്ക് അവിടുത്തെ ലീഗൽ അഡ്വൈസറായിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ, പക്ഷെ എനിക്ക് എന്നോട് താല്പര്യമില്ലായിരുന്നു. കാരണം അതിൽ കൂടുതൽ സൂര്യ സാർ എന്നെ സഹായിച്ചിട്ടുണ്ട്, എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാം. ഈ സമയം തമ്പി പറഞ്ഞു, ഓ, നിങ്ങൾ ചേർന്നിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ സൂര്യ സാറിന്. ഇത് കേട്ടപ്പം സക്കീർ ചോദിച്ച, എന്താ തമ്പി ഉദ്ദേശം എന്താന്ന് ചോദിക്കും. അല്ല, ആ റിസോർട്ടൊക്കെ അബിയുടെ പേരിലേക്ക് എഴുതി വെച്ചതും പിന്നെ വലിയ രഹസ്യം ഇത്രയും കാലം വക്കീൽ ഒളിപ്പിച്ചു വെച്ചില്ലേന്ന് ചോദിക്കുക. ഓ, അതാണ് ആ കാര്യം. അതിനകത്ത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. എന്നാലും നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്ന വക്കീലെ, നിങ്ങളാണ് അബിക്ക് ആ റിസോർട്ട് എഴുതി കൊടുക്കുന്നതിൽ കുതന്ത്ര ബുദ്ധി പ്രയോഗിച്ചെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പറയാം. സക്കീർ പറഞ്ഞു, മനസ്സിലായോ? അത് നല്ല കാര്യമായല്ലോ എന്ന് ചോദിക്കുക. ഈ സമയം തമ്പി പറഞ്ഞു, പക്ഷേ എങ്കില് നിങ്ങളുടെ ഈ കുശാഗ്ര ബുദ്ധി ഒന്നും എന്റെ അടുത്ത് നടപ്പിലാവില്ല, എല്ലാ കള്ളങ്ങളും ഞാൻ പൊളിച്ചടിക്കില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ സക്കീർ ചോദിച്ചു, എന്ത് പൊളിച്ചടിക്കുന്ന? റിസോർട്ടിന്റെ കാര്യം അത് പിന്നെ കുഴപ്പമില്ല, എപ്പോഴാണെങ്കിലും അറിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അബിക്കെതിരെ പ്രയോഗിച്ചില്ലേ, അബിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞേ, അത്
ഒട്ടും ശരിയായില്ല, മോശമായിട്ടുള്ള പരിപാടി നിങ്ങൾ കാണിച്ച തമ്പി എന്ന് പറയണം. എന്ത് മോശമായിട്ടുള്ള പരിപാടി? സൂര്യക്കെതിരെ അടിയല്ലേന്ന് ചോദിക്കും. പക്ഷെ തമ്പി, നിങ്ങൾ അറിയാതെ പോയൊരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മോശമായിട്ടുള്ള കാര്യമൊന്നും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരുമെന്ന് പറയാം. പക്ഷെ ഇനി ഇതിനേക്കാളും വലിയ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6 അടി ഉയരത്തിൽ നിൽക്കുന്ന തമ്പി നിലം പൊത്തൂന്ന് പറയാം. ഇത് കേട്ടൻ തമ്പി പറഞ്ഞു, ഇതിനേക്കാളും എന്ത് വലിയ രഹസ്യങ്ങളതിനെ. ഇത് കേട്ടപ്പം സക്കീർ പറഞ്ഞു, അതെ, ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെയല്ലേ തമ്പിക്ക് അറിയുള്ളൂ. ഇതിന് ഇങ്ങോട്ട് വന്നതിന് ശേഷമുള്ളേ സൂര്യനാരായണനുമായിട്ട് ഇത്രയും കാലം അടുത്തിടപഴകിയിട്ടും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് നിങ്ങൾക്ക് ഒരാൾക്കാ. പക്ഷേങ്കിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പ് തൊട്ടേ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് തമ്പി. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ചെയ്തതിനൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. നമ്മൾ ചെയ്ത എന്താണോ നമുക്കിട്ട് തിരിച്ചു കിട്ടും. ബൂമറാങ്ങിന്റെ രൂപത്തിൽ നമ്മുടെ നേർക്കത് വരികയും ചെയ്യും. തമ്പി, നീ ഏതെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചിരുന്നു, നിനക്കുള്ള വരാൻ പോകുന്നുള്ളെന്ന് പറയാം. നീ അബിയോട് ചെയ്തതിനൊക്കെ നീ കണക്ക് പറയേണ്ട വരുന്ന ഒരു ദിവസം വരും. സൂര്യനാരായണൻ ആരാന്നാ നീ വിചാരിച്ചുകൊണ്ടിരിക്കണേ? അദ്ദേഹം ഇപ്പൊ ഒതുങ്ങി നിൽക്കുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഒന്ന് ആഞ്ഞു വീശിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പെടന്ന് വീഴാനുള്ളൂ തമ്പി. നീ അത് നീ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയാം. തമ്പി പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറയാം. തമ്പിക്ക് മനസ്സിലായി എന്തൊക്കെയോ രഹസ്യങ്ങൾ വക്കീലിന്റെ മനസ്സിലുണ്ട്. വക്കീലിന് എന്തൊക്കെയോ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. പിന്നീട് തമ്പി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അബിയുടെ അമ്മ മനസ്സിലായോ എന്ന്? അതായത് പ്രഭാവതി അല്ല, അതിനു മുമ്പുള്ള ആള്, അതാരാന്ന് വക്കീലിന് അറിയാവുന്ന ചോദിക്കുക. ഇത് കേട്ടപ്പോ വക്കീലൊന്ന് ചിരിച്ചു. അതെ, ഇനി അതാരാന്ന് അന്വേഷിച്ച തമ്പി വെറുതെ മഞ്ഞു കൊള്ളണ്ട. വെറുതെ എന്തിനാ വേർക്കുന്നേ? അതിന്റെ കാര്യമില്ല. അത് ഇവിടത്തോടെ ഉപേക്ഷിക്കുന്ന അങ്ങോട്ട് നല്ലതെന്ന് പറയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചകഞ്ഞു പോകാതിരിക്കുന്ന നല്ലതെന്ന് പറയും. തമ്പി പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നീട് സക്കീർ ഭായി അങ്ങോട്ട് പോവാണ്. തമ്പി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം അളകാപുരിയില് അടുക്കള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ലച്ചുവും ജാനയും കൂടെ. അപ്പം പയറൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് അപർണ വന്നു. അപർണ വന്നിട്ട് പറഞ്ഞു, ഓ, ഈ അളകാപുരി വീട് ഇനിയിപ്പോ അനാഥപുരി നാക്ക് പേര് മാറ്റിയാലോ എന്നൊരു സംശയം. ഇത് കേട്ടതും ലച്ചുവും ജാനകിയും തര ഉയർത്തി അപർണനെ നോക്കുവാണ്. അല്ല, അനാഥ ആൾക്കാരെ എല്ലാം കൂടി ഇങ്ങോട്ടാണല്ലോ വിളിച്ചോണ്ട് വരുന്നേ, അനാഥ പിള്ളേരുടെ ബഹളമാണല്ലോ എവിടെയെന്ന് പറയണം. ഇത് കേട്ടതും ജാനകിക്ക് മനസ്സിലായി കുത്താന്നുള്ള കാര്യം. ജാനകി പറഞ്ഞു, അതെ, എനിക്ക് മനസ്സിലായി അപർണ, നീ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായി. നീ അഭിയേട്ടനെ എന്നെയൊക്കെ കുത്തിയതാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം. അത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അവളിങ്ങോട്ട് ചാടി എഴുന്നേറ്റ്, ജാനകി, നീ എന്താ പറഞ്ഞ വിചാരിച്ചോണ്ടിരിക്കുന്നേ? അഭിയേട്ടൻ അനാഥനൊന്നുമല്ല, അഭിയേട്ടന് അച്ഛനുണ്ട്, പിന്നെ അമ്മ മരിച്ചുപോയി. ഓഹോ, അച്ഛനുണ്ടല്ലേ? അതിന് അമ്മ എവിടെ? അമ്മയില്ലല്ലോ. ഇനിയിപ്പൊ അമ്മ ഉണ്ടോ അതോ അച്ഛനുണ്ടോ എന്നൊന്നും അറിയത്തില്ല, ഉറപ്പില്ലല്ലോ ഈ പറയുന്ന അളകാപുരിയിലെ സൂര്യനാരായണന്റെ മകനെ അബി എന്നുള്ള കാര്യം. ഇത് കേട്ടത് ജാനകിക്ക് അങ്ങോട്ട് പെരുവരിലും എല്ലാം അങ്ങോട്ട് പെരുത്തു കയറി. ജാനകി പറഞ്ഞു, ഒരക്ഷരം നീ മിണ്ടില്ലെന്ന് പറയാണ്. പിന്നെ ലച്ചുവിന്റെ കാര്യം ലച്ചു ആരാന്ന് നിനക്ക് അറിയായിരിക്കുമല്ലോ. ഇവിടുത്തെ സുമംഗല മുത്തശ്ശിയുടെ സഹോദരിയുടെ മകളുടെ മകളാത്. പിന്നെ സുമംഗലാമ്മയായിരിക്കുമല്ലോ നിന്നെ ഇങ്ങനെ പെരുകേറ്റുവിടുന്നേ. അതുകൊണ്ട് അവൾ ഇവിടെ അന്യയല്ല. പിന്നെ അന്യായിട്ടുള്ള ഒരാൾ ഞാനൊരു അനാഥയാന്ന് ഇവിടുന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം. ഇത് കേട്ടത് അപർണ പറഞ്ഞു, നീ അനാഥയായിരിക്കും, പക്ഷെ എന്നാലും നിനക്കൊരു അച്ഛനും അമ്മയും കാണുമല്ലോ. നിനക്ക് ആഗ്രഹമില്ല ജാനകി നിന്റെ അച്ഛനെ കാണണമെന്ന്? പൊന്നുവിന്റെ അച്ഛനെ അച്ഛാന്ന് വിളിക്കുമ്പോൾ നിനക്ക് ആഗ്രഹമില്ലേ നിന്റെ അച്ഛനെ അച്ഛാന്ന് വിളിക്കാന്നൊക്കെ? അങ്ങനെ ഇല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ജാനകിയുടെ കണ്ണൊക്കെ അവിടെ നിറഞ്ഞു വന്നു. ജാനകി പറഞ്ഞു, അതെ, അതോർത്ത് നീ വിഷമിക്കണ്ട. എനിക്ക് അങ്ങനെ വിഷമമുണ്ടെങ്കിലും ഞാനത് മനസ്സിലടയ്ക്കോളാം. ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. അപർണെ, നിനക്കുണ്ടല്ലോ അച്ഛനും അമ്മേ, അത് തന്നെ മതിയെന്ന് പറയാണ്. ഇത് കേട്ടതും അപർണയ്ക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. അപർണ പറഞ്ഞു, അനാഥകൾക്ക് വസിക്കാനായിട്ടൊരു കൂട്, അത് അളകാപുരി എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോവാണ്. ആ പോക്ക് കണ്ടപ്പത്തേനും വല്ലാത്ത സങ്കടമായിപ്പോയി ലച്ചുവിന്. ലച്ചു പറഞ്ഞു, ജാനകിയോട് പറഞ്ഞു, കണ്ടില്ല അവർ പറഞ്ഞിട്ട് പോയത്, ഞാനും കൂടെ കാരണമല്ലേ ജാനിയടുത്ത് ഇങ്ങനെയൊക്കെ. അതൊന്നും കുഴപ്പമില്ല മോള് ധൈര്യമായിട്ടിരിക്കുക. ഇപ്പൊ ലച്ചൂടെ ഉണ്ടേലും ഇല്ലേലും ഞാൻ കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കും. മോള് ഇതിനകത്ത് സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ലച്ചുവിനെ ആശ്വസിപ്പിക്കുക. ഞാനെന്ന് അഭിയേട്ടനെ കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ലച്ചുവിന് വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് അജയ് ഹണി റോസിനെ കാണാനായിട്ട് ചെല്ലുവാണ്. ഹണി റോസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അജയ് ചോദിച്ചു, അല്ല നീ എന്താ ഹണി ഇങ്ങനെ? നിന്നോട് ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹണി റോസ് പറഞ്ഞു, എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അജയുടെ ഭാവം എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ പൈസ ആരാന്ന് പറഞ്ഞ് കുറെ കാലമായി പറ്റിക്കാൻ തുടങ്ങിയിട്ട്. അതെ, അവിടുത്തെ സ്വത്ത് അവിയേട്ടൻ എഴുതി കൊടുത്തല്ലേന്ന് ചോദിക്കണം ആ റിസോർട്ട്. അജയ്ക്കോ അമ്മല്ലോ ഒന്നും കിട്ടിയില്ലോ എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം അജയ് പറഞ്ഞു, ഓ, ഇത് മിക്കവാറും ശരൺ പറഞ്ഞു തന്നായിരിക്കും അല്ലേ? ശരണോ? ഞാൻ പറഞ്ഞിട്ടാ ശരൺ പോലും ഈ കര അറിയുന്നത്. പിന്നെ എങ്ങനെയാ എനിക്കതൊക്കെ വേറെ രീതി കിട്ടിയതാന്ന് പറയണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അജയ്,
നീയുമായിട്ട് ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പണം തന്നില്ലെങ്കിൽ അധികം കാലം ഇത് മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പണം കിട്ടണമെന്ന് പറയാം. അജയ് പറഞ്ഞു, ആ റിസോർട്ട് കിട്ടിയിട്ട് അത് വിറ്റിട്ട് റിസോർട്ട് നിന്റെ കൈ വന്ന് വിറ്റിട്ട് പണം തരാനാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, ഈ റിസോർട്ട് വിൽക്കാൻ പറ്റുന്ന ഒരാളെ നീ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ ഇല്ലല്ലേ. പിന്നെ നീ എങ്ങനെ വിൽക്കുമെന്ന് ഓർത്താ നീ ഇരിക്കുന്നത്? കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വിൽക്കാൻ സാധിക്കുമോ? ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ, നീ ആ അഭിയേട്ടനോടൊപ്പം ചേർന്ന് നിൽക്കുക. മുമ്പത്തെ പോലെ ഏട്ടനായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിനക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് തരാനുള്ള തന്നില്ലെങ്കിൽ ഞാൻ ആ അളകാപുരിയിലേക്ക് വരുമെന്ന് പറയാം. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയാം. അത്രയും പറഞ്ഞിട്ടങ്ങ് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതൊരു നിമിഷം അജയ് ഇങ്ങനെ നിൽക്കുക. പിന്നീട് അമല് ഓഫീസിലെ മതിച്ചേട്ടനെ കോള് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അഭി വരുവാണ്. അഭി ഒന്ന് അമല് കോള് കട്ട് ചെയ്തു. എന്താ അഭിയേട്ടാ? അതെ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നോട് സംസാരിക്കാൻ എന്തിനാ അഭിയേട്ടന് ഒരു മുഖവരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക്. അല്ല, എനിക്ക് ലച്ചുവിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയും. ലച്ചുവിനെ കുറിച്ച് എന്താ? അല്ല, അവളെ എത്ര ആളെന്ന് വെച്ചാൽ എവിടെ നിർത്തുന്നേ? അവളെ പഠിപ്പിക്കാൻ വന്നെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് പറയാം. അല്ല, ഇപ്പം എവിടെ പഠിപ്പിക്കാൻ വിടാനാ? കോളേജൊക്കെ സ്റ്റാർട്ട് ഇത്ര ആയില്ലേ എന്ന് ചോദിക്കുക. അല്ല, കോളേജിൽ വിടാനല്ല, അവളെ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർത്താലോ എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാം. ആണോ? നല്ല കാര്യമാണല്ലോ. അവളാണ് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അമലെന്ന് പറയാ. ക്ലാസ് ഫസ്റ്റ് ഒക്കെ ആയിരുന്നു പറയാ. എന്നാ ശരി, അഭിയാണ് അങ്ങനെ വിടാൻ പറയണം. അല്ല, വിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ അവസ്ഥ അറിയാലോ. അതിന് എൻ്റെ കയ്യിൽ എവിടുന്നാടെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ പൈസയൊന്നും ഇല്ലോന്ന് പറയാ. ആരെങ്കിലും കഞ്ഞാലല്ലേ. ഇത് കേട്ടത് അമലിന്റെ കണ്ണങ്ങ് നിറഞ്ഞു. അഭിയേട്ടൻ എന്താ പറയണേ? ഈ കാണുന്നതല്ല അഭിയേട്ടൻ്റെയും കൂടെ അല്ലേ എന്ന് അമല് പറയാണ്. ഇത് അഭിയേട്ടൻ ഉണ്ടാക്കിയതല്ല ഇവിടെ ഉള്ളത്, ഈ അളകാപുരിയിലുള്ളത്. അഭിയേട്ടന്റെ ചോരയും വേർപ്പിന്റെ ഫലമാണ് ഈ അളകാപുരി ഇന്നിങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് അഭിയേട്ടന് ഈ വല്ലവരോടും ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. എന്നാലും അതല്ലല്ലോ, നീ അല്ലേ ഇപ്പം. ഞാൻ ഒരിക്കലും അല്ല, അഭിയേട്ടനാണ് എൻ്റെ എല്ലാം. ദേ, അഭിയേട്ടൻ ഇങ്ങനെയൊന്നും പറയുക പോലും ചെയ്യില്ല. എനിക്ക് സങ്കടം വരുമെന്ന് പറയാണ്. അവൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചേർക്കാന്ന് പറയാം. അത് മതിയിടാന്ന് പറഞ്ഞ് തോളത്ത് കെട്ടിയിട്ട് അഭി അങ്ങോട്ട് പോവാണ്. അമലിനറിയാതെ കണ്ണ് നിറഞ്ഞു വന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.